സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകളും അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ടതില്ല എന്നുമൊക്കെ കരുതി വിടേണ്ട വിഷയങ്ങളല്ല. മറിച്ച് ഒരു സുന്നിയായിരിക്കണമെന്നത്, ഞാൻ ഒരിക്കലും സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്നത്, അതിലടിയുറച്ചു നിൽക്കേണ്ടവനാണ് ഞാൻ എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബോധത്തെ പിടിച്ചു കുലുക്കേണ്ട ചിന്തയാണ്. ഉറക്കത്തിൽ പോലും ബിദ്അത്തിന്റെ ആളുകളിലേക്ക് ചാഞ്ഞു പോകരുത് എന്നത് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവുമായിരിക്കേണ്ടതും നമുക്ക് അനിവാര്യമാണ്. സഹോദരങ്ങളെ, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തൽബീസു ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. വളരെ ചുരുക്കി അദ്ദേഹം പറയുകയാണ്, ഫഖദ് ബാന ബിമാ ദകർന അന്ന അഹ്ലസ് സുന്നത്തി ഹുമുൽ മുത്തബിഊന വഅന്ന അഹ്ലൽ ബിദ്അത്തി ഹുമുൽ മുദ്ഹിറൂന ശൈഅൻ ലം യകുൻ ഖബ്ലു വലാ മുസ്തനദ ലഹു വലിഹാദ ഇസ്തതറൂ ബിബിദ്അതിഹിം വലം യക്തും അഹ്ലുസ് സുന്നത്തി മദ്ഹബഹും ഫകലിമതുഹും ളാഹിറ വമദ്ഹബുഹും മശ്ഹൂർ വൽആഖിബതു ലഹും. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഹിജ്റ 500കളിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയേക്കാൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ട ഇമാമാണ് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, നാം ഈ പറഞ്ഞ, അതായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആരാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി അന്ന അഹ്ലസ് സുന്നത്തി ഹുമുൽ മുത്തബിഊൻ. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് ഇത്തിബാ ചെയ്യുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കണ്ടു, അതെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെ ചലിച്ചു, അങ്ങനെ സഞ്ചരിച്ചു, അവരാകുന്നു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ അഹ്ലുസ് സുന്നയെ കളിയാക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നീളമുള്ള താടിയെ കുറവാക്കുന്ന ആളുകൾ, ചില പള്ളി മെമ്പറുകളിൽ ഉയർന്നു കേട്ട ശബ്ദം, ഒരുപാട് ആളുകൾക്കൊന്ന അജ്മൽ കസബിനും ഉണ്ടായിരുന്നു താടി എന്നാണ്. അജ്മൽ കസബിന് താടിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും കളവ് പറഞ്ഞ് നാവിനത് ശീലമായി പോയതിന്റെ പേരിലായിരിക്കാം അജ്മൽ കസബിന് താടി ഉണ്ടായിരുന്നു, ഈ താടി കണ്ട് വഞ്ചിതരാകണ്ട എന്ന രൂപത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ താടിയെക്കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയെക്കുറിച്ച് സംസാരിക്കുന്ന ഖതീബുമാർ ഉള്ള നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ഏതായാലും ഹുമുൽ മുത്തബിഊൻ, അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ഇത്തിബാ ചെയ്യുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യഥാവിധി പാലിച്ചുകൊണ്ട് മുന്നേറുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. വഅന്ന അഹ്ലൽ ബിദ്അതി, അതുപോലെ ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹുമുൽ മുദ്ഹിറൂന ശൈഅൻ, അവർ ചില ആളുകളാണ്, അവരെന്താണ് പ്രകടമാക്കുന്നത്? ശൈഅൻ ലം യകുൻ ഖബ്ലു, മുൻപുണ്ടായിരുന്നതല്ലാത്ത. ഏതാണ് ഈ മുൻപ്? 1900 1800 1600 അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവും സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലഘട്ടം, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിനറിയാത്ത ചിലതും കൊണ്ട് അതിനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലുൽ ബിദ്അ. ഈ ഒരു താരീഫ് എത്ര എളുപ്പമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം കൊണ്ടു നടക്കുന്നവർ അഹ്ലുസ് സുന്ന, അതല്ലാത്ത പുതിയതൊന്നും കൊണ്ട് നടക്കുന്നവർ അഹ്ലുൽ ബിദ്അ. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കല്ല, മറിച്ച് ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നബിദിനം മുമ്പുണ്ട് എന്ന് മുതൽ ഹിജ്റ 600 ശേഷമോ 300 ശേഷമോ, അതിനു മുമ്പില്ല. അപ്പോൾ 3 നൂറ്റാണ്ടിന് മുമ്പില്ല. അങ്ങനെ ഇല്ലാത്തൊരു കാര്യവും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ പറയാവുന്ന പേരെന്താണ്? അഹ്ലുൽ ബിദ്അ. ഇതൊരു കാര്യം മാത്രമാണ്, ഒരു കൂട്ടരുടെ കാര്യം മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലെ കളിയാക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ളത്. അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കളിയാക്കുന്ന ആളുകൾ, അവർ കുഫറാണ് ചെയ്തിട്ട് അവർ കാഫിറുകളാണ്. മറിച്ച് അത് ചെയ്യാത്ത, അതുപോലെ തന്നെ അതിനെ ആക്ഷേപിക്കുന്ന മറ്റു രൂപത്തിൽ അതിനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള ആളുകൾ അവരേതായാലും മുബ്തദിഅകളാണ് എന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നേരെ കളിയാക്കുന്നവരാണെങ്കിൽ അവരേതാണ്? അവർ കാഫിറുകളും ആണ്. സഹോദരങ്ങളെ, എന്നിട്ടോ ലം യകുൻ ഖബ്ലു വലാ മുസ്തനദ ലഹു, അതുപോലെ തന്നെ അവർക്ക് തെളിവ് പിടിക്കാൻ ഒരു തെളിവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവർ. ഇത് അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്. അതിനാലാണ് അവർ അവരുടെ ബിദ്അത്തും കൊണ്ട് ഒളിച്ചു പാത്തു നിന്നത്. എന്നാൽ ഇന്ന് സുന്നത്ത് ബിദ്അത്തായി, ബിദ്അത്ത് സുന്നത്തായി. ഇന്നെന്തായി? സുന്നത്തിന്റെ ആളുകളെ കാണാൻ കിട്ടാതായി. ബിദ്അത്തിന്റെ ആളുകൾക്ക് അവർക്കായി സ്ഥാനവും മാനവും. അങ്ങനെ അവർ അതും കൊണ്ടിപ്പോൾ നേരെ തിരിച്ച് അവർ അതും കൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. അതായത് മുന്നൊക്കെ മോശം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടായിരുന്നു, ആളുകളുടെ മുന്നിൽ എങ്ങനെ കാണിക്കാം. ഇന്നത് നേരെ തിരിച്ചാണ്. മോശം കാര്യം ചെയ്യാത്തവനാണെന്ന് മോശക്കാരൻ. ആ രൂപത്തിൽ ബിദ്അത്തുകളെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആളുകൾ മാറി. എന്നാലോ വലം യക്തും അഹ്ലുസ് സുന്നത്തി മദ്ഹബഹും, അഹ്ലുസ് സുന്ന ഒരിക്കലും അവരുടെ മദ്ഹബ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ് ഒരിക്കലും ഒളിപ്പിച്ചു വെച്ചതല്ല. അത് ഈ കാലഘട്ടത്തിലുമല്ല, ആ കാലഘട്ടത്തിലുമല്ല. അതുപോലെ തന്നെ ഫകലിമതുഹും ളാഹിറ, അവരുടെ സംസാരം അത് വ്യക്തമാണ്, അവരുടെ വർത്തമാനം, അവരുടെ കാര്യങ്ങൾ അത് വ്യക്തമാണ്. വമദ്ഹബുഹും മശ്ഹൂർ, അവരുടെ മദ്ഹബ് അത് പ്രസിദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും മദ്ഹബ്, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അങ്ങനെ ഇങ്ങോട്ട്
സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും സലഫുസ് സാലിഹീങ്ങളുടെ മദ്ഹബ് അന്ന് മുതൽ ഇങ്ങോട്ട് മശ്ഹൂറുൻ, അത് പ്രസിദ്ധമാണ്. അത് ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതേതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി ഇങ്ങനെയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. വൽ ആഖിബതു ലഹും, അവർക്കാകുന്നു അന്തിമ വിജയം, അവർക്കാകുന്നു അന്തിമ വിജയം. ഹാദാ നദീറുൻ മിനൻ നുദുരിൽ ഊലാ അസിഫത്തിൽ ആസിഫഹ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫഹ أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا